കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA ഇക്കണോമിക്സുകാരുടെ 5th സെമസ്റ്ററിലെ കോർ കോഴ്സായിട്ടുള്ള ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലെ 5th മൊഡ്യൂളായിട്ടുള്ള കേരളാസ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി 4 മൊഡ്യൂളുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ 5th സെമസ്റ്ററിലെ ഇപ്പോൾ BA ഇക്കണോമിക്സുകാർക്ക് വേണ്ടിയിട്ടൊരു സ്റ്റഡി ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ജോയിൻ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വയ്ക്കാം. സോ കേരളാസ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് ഒരുപാട് എക്കോണമിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ട്. പിന്നെ കേരള മോഡൽ എന്നുള്ള രീതിയിൽ പല സ്റ്റേറ്റ്സും കേരളത്തിനെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ട് അവരും അതൊക്കെ തന്നെ പോളിസീസ് ആക്കി മാറ്റാറുമുണ്ട്. സോ കേരളാസ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എക്കോണമിയുടെ ഡെവലപ്മെൻറ്റ് ഏത് രീതിയിലാണ് ഒരു 2005 അല്ലെങ്കിൽ 2011-12 ആ കാലഘട്ടത്തിലും അത് അറ്റ് പ്രസൻറ്റ് വരെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രോത്ത് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് കേരള അല്ലെങ്കിൽ GDPയുടെ കേരളത്തിലുണ്ടാവുന്ന ഒരു ഗ്രോത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. കേരളാസ് GDP ഗ്രോത്ത് ഔട്ട്പേസ്ഡ് ആൻഡ് നാഷണൽ ആവറേജ് അൺടിൽ ദ ബേസ് ഇയർ ചേഞ്ച്ഡ് ഫ്രം 2004 to 2011 to 12. അപ്പോൾ കേരളത്തിൻ്റെ GDPയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു 2004-5 നിന്നും 2011-12 എത്തുമ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദ ന്യൂ ബേസ് റിവീൽഡ് എ ഡ്രോപ്പ് ഇൻ ഗ്രോത്ത് റേറ്റ്സ് ഓഫ് കേരള ചലഞ്ചിങ് ഇറ്റ്സ് perceived economic outperformance. Agriculture in Kerala suffered due to falling prices of rubber and coconut with negative growth in 2013-14 and 14-15. സോ കേരളത്തിൻ്റെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചുകൂടി ഈ നാണ്യ വിളകളിലേക്ക് പോയി. സോ ഈ റബ്ബർ കോക്കനട്ട് പോലുള്ള ആ വിളകളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ആണ് ഉണ്ടാകുന്നത്. അതായത് പ്രൈസ് ഒക്കെ തന്നെ ഫോൾ ചെയ്യുന്നൊരു സമയമുണ്ടായിരുന്നു ഈ 2013 അല്ലെങ്കിൽ 15 കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ വൺസ് എ ഗ്രോത്ത് ഡ്രൈവർ ഷോസ് ലിറ്റിൽ പ്രോഗ്രസ് ഇൻ ദ ലാസ്റ്റ് 3 years. അപ്പോൾ ഒരു ലാസ്റ്റ് 3 yearsൻ്റെ ഉള്ളിലാണ് ചെറിയൊരു മാറ്റം തന്നെ ഉണ്ടായത്. മൈനിങ് ആൻഡ് ക്വാറിയിങ് എക്സ്പീരിയൻസ് സിഗ്നിഫിക്കൻറ്റ് ഡിക്ലൈൻസ് ഇമ്പാക്റ്റിംഗ് ദ ഓവറോൾ എക്കോണമിക് സിനോറിയോ. അപ്പോൾ ആ ഒരു ടൈമിലുണ്ടായിരുന്ന മൈനിങ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പല ടൈപ്പ് ഓഫ് കാര്യങ്ങളിലൊക്കെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡിക്ലൈൻ ആണ് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. ഏർലിയർ ഗ്രോത്ത് ഡ്രൈവേഴ്സ് ഐഡന്റിഫൈഡ് ഇൻ ദ കേരളാസ് പെർസ്പെക്റ്റീവ് പ്ലാൻ 2030 ഇൻക്ലൂഡഡ് കൺസ്ട്രക്ഷൻ, ടൂറിസം ആൻഡ് റെമിറ്റൻസ്. സോ അപ്പോൾ ഈ ഒരു ഇക്കണോമിയുടെ ഗ്രോത്ത് റിലേറ്റ് ചെയ്ത് വരുന്ന 2030 ഉണ്ടാവുന്ന ഒരു പ്ലാൻ, ഒരു പേഴ്സ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാനിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ, ടൂറിസം അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ തക്കത്തിലുള്ള ഒരു പ്ലാനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് 2030. ചലഞ്ചസ് ഇൻ കീ സെക്ടേഴ്സ് മേ ബി എഫക്റ്റിംഗ് കേരളാസ് ഓവറോൾ എക്കണോമിക് പെർഫോമൻസ്. ഒരുപാട് ഫാക്ടേഴ്സ് ഇതിന് ചലഞ്ചിങ് ആയിട്ട് നിൽക്കാറുണ്ട്. സോ ഇതിലൊരു വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ GDPയുടെ ഒരു ഗ്രോത്ത് റേറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ചലഞ്ചസ് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിക്ലൈൻസ് കാര്യങ്ങളൊക്കെ നടന്നത്. കേരളത്തിൻ്റെ GDP ഗ്രോത്ത് 2004 അല്ലെങ്കിൽ 2015-16 കാലഘട്ടങ്ങളിലൊക്കെ എന്തായിരുന്നു 2013 വരുമ്പോഴേക്കും അവരുടെ പ്ലാന് ഏത് തരത്തിലാണ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു GDPയുടെ ഒരു കേരളത്തിൻ്റെ രീതിയിൽ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെമിറ്റൻസ് കൺസേൺസിനെ കുറിച്ചിട്ടാണ്. റെമിറ്റൻസ് ഇൻ കേരള ആർ സ്റ്റേബിൾ നൗ ബട്ട് ചലഞ്ചസ് മേ അറൈസ് ഡ്യൂ ടു എംപ്ലോയ്മെൻറ്റ് ഇഷ്യൂസ് ഇൻ വെസ്റ്റ് ഏഷ്യ ട്രൈ ടു ഫാളിംഗ് ഓയിൽ പ്രൈസസ്. റെമിറ്റൻസ് കൺസേൺസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഇപ്പോൾ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ കൂടി പലതരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് ഇഷ്യൂസ് വെസ്റ്റ് ഏഷ്യയെ സംബന്ധിച്ച് ഉണ്ടാവുമ്പോൾ, അതായത് ഓയിൽ പ്രൈസസ് ഒക്കെ തന്നെ ഡൗൺ ആവുന്ന സമയത്ത് ഒരുപാട് കൺസേൺസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ PP 2030 പ്രഡിക്ഷൻസ്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കേരള പെർസ്പെക്റ്റീവ് പ്ലാൻ 2030യുടെ പ്രഡിക്ഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്ടറൽ ഗ്രോത്ത് ചലഞ്ചസ് അലൈൻ വിത്ത് കേരള പെർസ്പെക്റ്റീവ് പ്ലാൻ 2030 വാർണിംഗ് അബൌട്ട് ഇമ്പാക്ട് റെഡ്യൂസ്ഡ് റെമിറ്റൻസ്, ടൂറിസം ആൻഡ് വെൽഫെയർ സ്പെൻഡിങ് ഓഫ് ഓവറോൾ ഗ്രോത്ത്. അപ്പോൾ പലതരത്തിലുള്ള പ്രഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ ചലഞ്ചായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ടൂറിസം അല്ലെങ്കിൽ വെൽഫെയറിൻ്റെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ഗ്രോത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയം അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന കുറേ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു വാർണിംഗ് ആയിട്ടുള്ള രീതിയിൽ നിലനിൽക്കുകയാണ്. ഗ്രോത്ത് സിനാരിയോസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കേരള പെർസ്പെക്റ്റീവ് പ്ലാൻ 2030 വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ഗ്രോത്ത് സിനോറിയസ് predicting potential rates from 5.1% to a low of 3.3%, posing challenges for welfare sustainability. അതായത് ഗ്രോത്ത് സിനാരിയോസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള പൊട്ടൻഷ്യൽ റേറ്റ്സ് ഉണ്ട്. അതായത് 5.1% ടു അതൊരു 3.3% എത്തുമ്പോഴും ധാരാളം ഈ ഒരു വെൽഫെയർ അൺസ്റ്റെബിലിറ്റിയിൽ അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിയിൽ
ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു വെൽഫെയർ സസ്റ്റൈനബിലിറ്റി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ എടുക്കുമ്പോൾ പോലും അവിടെയും ധാരാളം പൊട്ടൻഷ്യൽ റേറ്റ്സിൽ ഡിക്ലൈൻ ഉണ്ടായിട്ട് വരുന്നുണ്ട്. ട്രേഡ് ഷോക്ക് വൾണറബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളാസ് വൾണറബിലിറ്റി ടു എക്സ്റ്റേണൽ ഷോക്സ് എസ്പെഷ്യലി ദ fall in commodity prices was not unanticipated. Productivity growth in crucial for survival. ഇപ്പോൾ ട്രേഡിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ പോലും ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു GDP-യിൽ വ്യത്യാസം വരുന്നത് ഇപ്പോൾ ധാരാളം കമ്മോഡിറ്റിയുടെ പ്രൈസസിലൊക്കെ തന്നെ ഡിക്ലൈൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് അതിലൊക്കെ തന്നെ ധാരാളം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റവന്യൂ ചലഞ്ചസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക് സ്ലോ ഡൗൺ ആൻഡ് ലോവർ കമ്മോഡിറ്റി പ്രൈസസ് എഫക്റ്റ് ടാക്സ് റവന്യൂ ഫ്യൂച്ചർ സെൻട്രൽ റിസോഴ്സസ് മെ നോട്ട് ബി ആസ് പ്ലെൻറ്റിഫുൾ എന്നാണ് പറയുന്നത്. അപ്പോൾ റവന്യൂവിൻ്റെ തരത്തിലുള്ള പല ചലഞ്ചസും ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ കമ്മോഡിറ്റി പ്രൈസസിൽ സ്ലോ ഡൗൺ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത് താഴ്ന്നു വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സിൻ്റെ റവന്യൂവിലും ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഫ്യൂച്ചറിൻ്റെ ഒരു സെൻട്രൽ റിസോഴ്സസിലേക്കൊക്കെ തന്നെ ധാരാളമായിട്ടുള്ളൊരു ചലഞ്ചായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കും. അതായത് സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് സെൻട്രലിൻ്റെ കാര്യത്തിലേക്കും ഒരു ചേഞ്ചായിട്ട് മാറുന്നുണ്ട്. സെൻട്രൽ ടാക്സ് അൺസർട്ടൈനിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സെൻട്രൽ ടാക്സ് റവന്യൂ ഗ്രോത്ത് ഈസ് അൺസർട്ടൈൻ ആണ് വിത്ത് ചലഞ്ചസ് ലൈക്ക് ഫോളിംഗ് ഡയറക്റ്റ് ടാക്സ് കളക്ഷൻസ് ആൻഡ് സ്ലോവിങ് എക്കോണമി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സ്റ്റേറ്റിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അത് സെൻട്രലിലേക്കും ബാധിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ടാക്സിൻ്റെ കാര്യത്തിലും ഒരു ചെറിയ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഇപ്പം ഡയറക്റ്റ് ടാക്സിൻ്റെ കളക്ഷനിൽ ഉണ്ടാവുന്ന ചെറിയ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അവിടെ ഒരു ഉണ്ടാവുന്ന വ്യത്യാസം പോലും എക്കോണമീനെ സ്ലോ ഡൗൺ ആക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എക്കണോമിക് ഹെഡ്വൈൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, എക്സ്പെൻഡിച്ചർ സ്ട്രെയിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചലഞ്ചസ് ആണ് കേരളത്തിലുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ GDP-യുടെ കാര്യത്തിലുണ്ടാവുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ GDP അതുപോലെ GVP അതായത് ഗ്രോസ് വാല്യൂ ആഡഡിനെ കുറിച്ചിട്ടൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ പോവേർട്ടി പ്രൊഫൈൽ ഓഫ് കേരളയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പോവേർട്ടി എന്ന് അമർത്യാസൻ പറഞ്ഞതുപോലെ പോവേർട്ടി ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നോട്ട് ഹാവിങ് മണി, ഇറ്റ് ഓൾസോ അബൌട്ട് നോട്ട് ബീങ് ഏബിൾ ടു അച്ചീവ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ ആസ് എ പേഴ്സൺ. സോ പോവേർട്ടി എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലമാണ്. അതിന് ആ ഒരു കാര്യം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേരിയസ് ആക്ഷൻസ് നമ്മൾ പെർഫോം ചെയ്തേ പറ്റൂ. അമർത്യാസൻ പറഞ്ഞതുപോലെ മണി ഇല്ലാത്ത ഒരു സാഹചര്യം മാത്രമല്ല പോവേർട്ടി എന്ന് പറയുന്നത്, ഒരു ഹ്യൂമൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ അത് എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കൂടിയാണ് ഈ ഒരു പോവേർട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോവേർട്ടിക്കെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ടോപ്പ് പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് എ റിപ്പോർട്ട് ഇൻ 2000 highlighted 3 main things to focus on reducing poverty: giving more opportunities, making sure people have more control over their lives, and improving safety nets for those who need it. സോ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2000 ഈ റിപ്പോർട്ട് വന്നതിനനുസരിച്ചിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവേർട്ടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അതുപോലെ തന്നെ ഷുവർ പീപ്പിൾ ഹാവ് മോർ കൺട്രോൾ ഓവർ ദെയർ ലൈഫ്സ്, അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫിൽ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ ഇംപ്രൂവിങ് സേഫ്റ്റി നെറ്റ്സ് ഫോർ ദോസ് ഹൂ നീഡ് ഇറ്റ്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇംപ്രൂവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സ്മാർട്ട് അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഒരു പോവേർട്ടി എന്നുള്ള കാര്യത്തിൽ കേരളത്തിൻ്റെ സ്മാർട്ട് അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കേരളാസ് വേ ഓഫ് ഡീലിംഗ് ദ പോവേർട്ടി focus on people. They make sure everyone gets a good education, good health services, and men and women are treated fairly. അപ്പോൾ കേരളം എന്ന് പറയുന്നത് പോവേർട്ടീനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിലെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ നല്ല ഹെൽത്ത് സർവീസസ് കൊടുക്കുക, അതുപോലെ സ്ത്രീയെയും പുരുഷനെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. Money from the government goes into schools, hospitals, building things like roads. People also spend their own money on health and education. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു മണി എന്ന് പറയുന്നത് സ്കൂളിലേക്കും ഹോസ്പിറ്റലിലേക്കും അതുപോലെ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കുമാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കേരളത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത്, അതായത് സക്സസ് എഗെയിൻസ്റ്റ് പോവേർട്ടി എന്ന് പറയാം. കേരള ഹാസ് ബീൻ ഡൂയിങ് വെൽ ഇൻ റിഡ്യൂസിങ് പോവേർട്ടി. ഫ്യൂവർ പീപ്പിൾ ആർ പുവർ ന്യൂ കമ്പാരഡ് ടു ബിഫോർ, ഷോവിങ് ദാറ്റ് സ്ട്രാറ്റജീസ് യൂസ്ഡ് ആർ വർക്കിംഗ്. മുൻപത്തെ കണക്ക് പ്രകാരം കേരളത്തിൻ്റെ ഒരു പോവേർട്ടി എന്ന് പറയുന്നതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം എന്ന് പറയുന്നത് പോവേർട്ടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത കാര്യങ്ങളെല്ലാം സക്സസ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് അവരുടെ സ്ട്രാറ്റജീസ് ഒക്കെ വർക്കിംഗ് ആണെന്നാണ് പറയുന്നത്.
ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ടേബിളിൽ 1973 to 74 എന്ന് പറയുന്നത് റൂറലിലും അർബനിലും ഉണ്ടാവുന്ന ഒരു പ്രപ്പോർഷൻ ഓഫ് പുവർ ആണ്. അപ്പോൾ 59.9 ഉണ്ടായിരുന്ന ഒരു റൂറലിൽ ഉണ്ടായിരുന്ന സമയത്ത് നിന്ന് 2011 to 12 എത്തുമ്പോഴേക്കും അത് 7.3 ആയിട്ട് കുറച്ചു. അപ്പോൾ വലിയൊരു ചേഞ്ച് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അർബനിൽ 62.74% ആയിരുന്നു 73 to 74 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ പ്രപ്പോർഷൻ ഓഫ് പുവർ എന്ന് പറയുന്നത്. അത് 2011 to 12 ആകുമ്പോഴേക്കും 15.3 ആയിട്ട് കുറച്ചു. അപ്പോൾ അതൊരു വലിയൊരു ചേഞ്ച് ആണ് കാണുന്നത്. അതായത് കേരളത്തിൻ്റെ ഒരു സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്തു എന്ന് വേണം നമുക്ക് പറയാനുള്ളത്. ഇനി കേരളത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കേരളം ഈ ഒരു പൊവേർട്ടിയെ മാറ്റാൻ വേണ്ടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്? ഓൺ ഗോയിങ് ചലഞ്ചസ് ടു കേരള, അതായത് കേരള ഫേസസ് ദ ചലഞ്ചസ് ഓഫ് ഫെർദർ റെഡ്യൂസിങ് പൊവേർട്ടി ആൻഡ് മെയിൻറ്റെയിനിങ് ദ സക്സസ് അച്ചീവ്ഡ് ത്രൂ വേരിയസ് പ്രോഗ്രാംസ്. അപ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഈ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഇവരുടെ പ്ലാൻസ് ഒക്കെ പറയുന്നത് ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അതായത് അവർ സ്റ്റാർട്ട് ചെയ്ത കാര്യം പകുതിക്കെത്തി നിർത്തുകയല്ല ചെയ്യുന്നത്, ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാണ്. അതെപ്പോഴും, അതായത് ഈ പൊവേർട്ടി എന്ന് പറയുന്നത് മറ്റുള്ളവരൊന്നും ഈ ഒരു പൊവേർട്ടി ലൈനിലേക്ക് വരാതിരിക്കുക, ഇപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയവർ അതേ രീതിയിൽ തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുപോവുക, പിന്നെയും അണ്ടറിൽ കിടക്കുന്നവരെ മാക്സിമം അവരെ പുഷ് ചെയ്ത് മുകളിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും അതൊരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. സ്ട്രാറ്റജീസ് ഫോർ പൊവേർട്ടി എലിവേഷൻ, അതായത് സബ്സിഡൈസ്ഡ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊവൈഡിങ് അഫോർഡബിൾ ഫുഡ് ത്രൂ എ യൂണിവേഴ്സൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ system, basic amenities and capability building initiative to ensure access to housing, sanitation and water supply. Panchayati Raj institutions continue to these efforts. അപ്പോൾ പൊവേർട്ടി എലിവേഷന് വേണ്ടിയിട്ട് ധാരാളം സ്ട്രാറ്റജീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് സബ്സിഡൈസ്ഡ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുക. അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം PDS ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബേസിക് എമിലിറ്റീസ്, ക്യാപ്പബിലിറ്റി ഓഫ് ബിൽഡിംഗ്, അതുപോലെ തന്നെ ഹൗസിങ്, സാനിറ്റേഷൻ, വാട്ടർ സപ്ലൈ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ തന്നെ അതോടുകൂടി കൊടുക്കുക എന്നുള്ളതൊക്കെ തരത്തിലുള്ള ധാരാളം സ്ട്രാറ്റജീസാണ് കേരളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആക്സസ് ടു ക്രെഡിറ്റ്, അതായത് കുടുംബശ്രീ പ്രോഗ്രാംസ് സ്റ്റാർട്ടഡ് ഇൻ 1998 ഇൻ ആക്ട് എസ് ആൻഡ് ഇൻഫോർമൽ ബാങ്ക് ഓഫ് ദ പുവർ പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് ക്രെഡിറ്റ് ലോൺസ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുക. അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്, അതായത് വെൽഫെയർ ഫണ്ട് മോഡൽ എന്ന് പറയുന്നത്, അതായത് അസിസ്റ്റിംഗ് വർക്കേഴ്സ് ഇൻ ദ ഇൻഫോർമൽ സെക്ടേഴ്സ് ബോത്ത് ഇൻ അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ, ഓഫറിംഗ് സോഷ്യൽ സെക്യൂരിറ്റി അക്രോസ് റൂറൽ, അർബൻ ആൻഡ് ജെൻഡർ ഡിഫറൻസസ്. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് കൊടുക്കുക, പെൻഷൻ ഇനീഷ്യേറ്റീവ്സ് കൊടുക്കുക, അതുപോലെ തന്നെ സപ്പോർട്ട് ഫോർ ഫിസിക്കലി ചലഞ്ചഡ്. അപ്പോൾ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ടാവും, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസും സപ്പോർട്ടും കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ്, അതായത് പാർട്ടിസിപ്പേറ്ററി ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ് എ ക്രൂഷ്യൽ ടൂൾ ഫോർ വൈഡ് സ്പ്രെഡ് പോവേർട്ടി എലിമിനേഷൻ. അതുപോലെ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവാനും, ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരുമ്പോൾ പവേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നു. ഇത് പലതരത്തിലുള്ള ഗ്രൂപ്പിലേക്കും അല്ലെങ്കിൽ ആളുകളിലേക്കും ഇതെല്ലാം എത്തിക്കുകയും ഗ്രേറ്റ് സെൻട്രൽ അസിസ്റ്റൻസ് ആൻഡ് ടാർഗറ്റഡ് ലൈവ്ലിഹുഡ് പ്രോഗ്രാംസ് ആർ നീഡഡ് ടു എൻഷുർ പോവേർട്ടി റിഡക്ഷൻ അക്രോസ് എൻടയർ സ്റ്റേറ്റ് എന്ന് പറയാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ കേരളം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്ട്രാറ്റജീസൊക്കെ തന്നെ ഫുൾ ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അതായത് ഇത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളതൊക്കെ തന്നെയാണ് പൊവേർട്ടീനെ നമുക്കൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയുന്നത്. ഇനി കേരളത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഡെമോഗ്രഫി ഓഫ് കേരള, ലിറ്ററസിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ചൈൽഡ് റേഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. സോ ഡെമോഗ്രഫി ഓഫ് കേരള എന്ന് പറയുന്നത് ഇൻ 2011 കേരള ഹാഡ് എ പോപ്പുലേഷൻ ഓഫ് 33.4 മില്യൺ. അപ്പോൾ 33.4 മില്യൺ ആൾക്കാരായിരുന്നു കേരളത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2011. സോ വിത്ത് ഓൾമോസ്റ്റ് ആൻ ഈക്വൽ നമ്പർ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഓവർ ദ പാസ്റ്റ് ഡിക്കേഡ്സ് ദ സ്റ്റേറ്റ്സ് പോപ്പുലേഷൻ ഗ്രൂ ബൈ 4.9%, ദ സ്ലോവസ്റ്റ് എമംഗ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. സോ അപ്പോൾ നമ്മളെന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരുന്നു. ഒരു 4.9% ഒരു ഗ്രൂ ആണ് പോപ്പുലേഷനിൽ മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. കേരള സീംസ് ടു ബി ഹെഡിങ് ടുവേർഡ്സ് 0 ഓർ ഈവൻ നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത്. അതായത് പോപ്പുലേഷൻ ഗ്രോത്തിൽ 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട് ഷോ വാരി ഗ്രോത്ത് റേറ്റ്സ് വിത്ത് മലപ്പുറം ഹാവിങ് ദ ഹയസ്റ്റ് 134% ആണ്. അപ്പം കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റുകളിലും പല രീതിയിലുള്ള റേറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ മലപ്പുറത്തിലാണ് ഏറ്റവും കൂടുതൽ, പത്തനംതിട്ടയാണ് ഏറ്റവും കുറവുള്ള രീതിയിലും കാണിക്കുന്നത്.
കേരളത്തിൽ 0 to 6 എന്ന് പറയുന്ന ആ ഒരു വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ എണ്ണം കുറയാണ് ചെയ്യുന്നത്. 6.44% ഉണ്ടായിരുന്നത് 2011 3.5 ആയിട്ട് കുറയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ജനസംഖ്യയിൽ കുട്ടികളുടെ അനുപാതം എന്ന് പറയുന്നത് 2001 12% ആയിരുന്നത് 2011 ആകുമ്പോഴേക്കും സംസ്ഥാനത്തുടനീളം 10% ആയിട്ട് കുറഞ്ഞു. സോ ഈ ഒരു ഇടിവ് ജില്ലയിൽ ഉടനീളമൊക്കെ സ്ഥിരമാണ്, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ. ഇപ്പോൾ കൊല്ലത്ത് 1% നിന്നും ഒരു 2% ആണ് കുറവുള്ളത്. വടക്കൻ ജില്ലകളിൽ 1% ആണ് ഇടിവുണ്ടാവുന്നത്. ഇപ്പോൾ വയനാട് ഒഴികെ 2% കുറയാണ് മറ്റ് ഭാഗങ്ങളിൽ ചെയ്യുന്നത്. അപ്പോൾ so this suggests that new additions to the population are happening fast in the north compared to south. അതായത് തെക്കിനെ അപേക്ഷിച്ച് വടക്ക് ഭാഗത്ത് ജനസംഖ്യയിൽ പുതിയ തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ അതിവേഗം നടക്കുന്നു എന്നാണ് ഈ ഒരു തരത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡെമോഗ്രഫി ഓഫ് കേരള എന്ന് പറയുന്നത് ഇതാണ്. അവിടെ ഉണ്ടാവുന്ന പോപ്പുലേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് ധാരാളമായിട്ട് പറയുന്നത്. അടുത്തത് ലിറ്ററസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2011 സെൻസസ് പ്രകാരം എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഏറ്റവും നല്ല രീതിയിലുള്ള സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത്, അതായത് 94% ആണ്. അത് കേരളത്തിലാണ് ഉള്ളത്. 2001 റിപ്പോർട്ട് പ്രകാരം 90% സാക്ഷരതയിൽ നിന്ന് ഇത് ശ്രദ്ധേയമായിട്ടുള്ളൊരു വർധനവാണ് രേഖപ്പെടുത്തുന്നത്. സോ സാക്ഷരതാ ചാർട്ടിൽ 97.2% കോട്ടയം ഏറ്റവും ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. 96.5% ആ ഒരു ശതമാനമായിട്ട് പത്തനംതിട്ട തൊട്ടു പിന്നിലാണ് നിൽക്കുന്നത്. സോ ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള ജില്ല പോലും വയനാടാണ്. അത് ദേശീയ സാക്ഷരതാ നിരക്കായിട്ടുള്ള 72% മറികടന്നിട്ടുണ്ട്. അപ്പോൾ 89% ആണ് അതുള്ളത്. അപ്പോൾ 89.3%. പാലക്കാട് is just above വയനാട് with a literacy rate of 89.3% എന്നാണ് പറയുന്നത്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോവസ്റ്റ് ആൻഡ് ദ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഈസ് നിയർലി 8.2%. സോ ഇമ്പോർട്ടൻ്റ്ലി ഓൾ ഡിസ്ട്രിക്ട്സ് ഇൻ കേരള ഹാവ് ഷോൺ ഇംപ്രൂവ്ഡ് ഇൻ ലിറ്ററസി റേറ്റ്സ് കമ്പാരഡ് ടു ദ സെൻസസ് ഓഫ് 2001. കേരളത്തിലെ ജില്ലകളെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കുറവുള്ളത് വയനാടാണെന്നുണ്ടെങ്കിൽ പോലും 8.2% ഡിഫറൻസ് ആണ് ഉള്ളൂ. അതായത് ഏറ്റവും കൂടുതൽ നിന്നും കുറവിലേക്കുള്ള അതിൽ 8.2% ഉള്ളൂ. പക്ഷേ മൊത്തം ദേശീയ തലത്തിൽ പറയുമ്പോൾ അതിൽ നിന്നും കൂടുതലാണ് നമ്മുടെ ഈ ഒരു ഏത് ജില്ലയിലാണോ ആ ജില്ലയിലെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. സോ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റും തന്നെ വളരെ തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് 2001 സെൻസസിൽ നിന്നും 2011 എടുക്കുമ്പോൾ ലിറ്ററസി കാര്യത്തിൽ വരുന്നത്. സോ നമ്മൾ അടുത്തത് സെക്സ് റേഷ്യോ അല്ലെങ്കിൽ ലിംഗാനുപാതത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആസ് ഓഫ് ദ 2011 സെൻസസ് കേരള ഹാസ് എ സെക്സ് റേഷ്യോ ഓഫ് 1084, meaning there are 1084 female per 1000 males. This represents as an improvement of 26 points from the 2001 census. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ 1084 ഈ ഒരു സെക്സ് റേഷ്യോ അല്ലെങ്കിൽ ലിംഗാനുപാതം എന്ന് പറയുന്നത്. അതായത് 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളുണ്ട്. ഇത് 2001 സെൻസസിൽ നിന്ന് 26 പോയിന്റുള്ള ഒരു പുരോഗതിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. സോ ഇങ്ങനൊരു കമ്പാരിസൺ, അതായത് ഇത് ഒരു രീതിയിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സ്ത്രീ പുരുഷ അനുപാതം 943 സോ ഇത് കേരളത്തിൻ്റെ അനുപാതം വളരെ ഉയർന്നതായിട്ടാണ് നമുക്കിതിൽ കാണുന്നത്. അപ്പോൾ ഓരോ ജില്ലകളും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം ഉള്ളത് കണ്ണൂരാണ്. അവിടെ 1136 അതായത് 1000 പുരുഷന്മാർക്ക് 1136 സ്ത്രീകൾ. തൊട്ടു പിന്നിൽ പത്തനംതിട്ടയുണ്ട്, അതായത് 1132. അപ്പോൾ 1132 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ. സോ അതേസമയം ഇടുക്കിയിലാണ് ഏറ്റവും കുറവ് കാണിക്കുന്നത്, അതായത് 1006 ആ സ്ഥലത്തുള്ള ഒരു ലോവസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. എറണാകുളം ഈസ് ജസ്റ്റ് എബോവ് അറ്റ് 1027. സോ നോട്ടബിളി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാവ് എ സെക്സ് റേഷ്യോ എബോവ് 1000. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലോവസ്റ്റ് ആൻഡ് ദ ഹയസ്റ്റ് ഈസ് 130 പോയിന്റ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ലോവസ്റ്റും ഹയസ്റ്റും നമ്മളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 130 പോയിന്റ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ചൈൽഡ് സെക്സ് റേഷ്യോനെ കുറിച്ചിട്ടാണ്. സോ ആസ് പെർ ദ 2011 സെൻസസ് ദ ചൈൽഡ് സെക്സ് റേഷ്യോ ഇൻ കേരള സ്റ്റാൻഡ്സ് അറ്റ് 964 ഫീമെയിൽ പെർ 1000 മെയിൽസ്. എ സ്ലൈറ്റ് ഇൻക്രീസ് ഫ്രം ദ 960 റിപ്പോർട്ടഡ് ഇൻ 2001. Pathanamthitta reports the highest ratio at 976, followed by Kollam 973.
and Kannur 971. On the other hand, Thrissur has the lowest ratio in 950 with Alappuzha just above 951. സോ 2011 സെൻസസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ശിശുലിംഗാനുപാതം അതായത് ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1000 പുരുഷന്മാർക്ക് 964 സ്ത്രീകൾ എന്ന നിലയിലാണ്. 2001 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 960 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു ചെറിയ വർധനയാണ് അവിടെ കാണുന്നത്. സോ പത്തനംതിട്ടയിലാണ് ഏറ്റവും ഉയർന്ന അനുപാതമായിട്ടുള്ളത്, അതായത് 976. കൊല്ലത്ത് വരുമ്പോൾ അത് 973, കണ്ണൂരിലെ 971 ആണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ അനുപാതം കാണിക്കുന്നത് തൃശ്ശൂരിലാണ്, അത് 980 ആണ്. അതിന് തൊട്ട് മുൻപിലായിട്ട് 1 എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നത് ആലപ്പുഴയാണ്, അപ്പോൾ 951 ആണ്. കൺസിഡറിങ് ദാറ്റ് ദ ടിപ്പിക്കൽ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് ഈസ് അറൌണ്ട് 105 male births per 100 female births and it can vary. The difference observed across districts might be influenced by natural selection. So ഇതാണ് ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആണ്, അതായത് ജനസാന്ദ്രതയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. As of the 2011 census, Kerala's population density is 860% per square kilometer, significantly higher than the overall population density of India, which is 382% per square kilometer. അതായത് ജനസാന്ദ്രത എന്നുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്, ഒരു ചതുരശ്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഇത്രത്തോളം ആൾക്കാർ താമസിക്കുന്നു, അതിനെയാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2011 സെൻസസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനസാന്ദ്രത എന്ന് പറയുന്നത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 860 ആളുകളാണ്. പക്ഷേ ഇത് ഇന്ത്യയുടെ മൊത്തം ജനസാന്ദ്രതയേക്കാൾ വളരെ കൂടുതലാണെന്നാണ് പറയാനുള്ളത്. അതായത് ചതുരശ്ര കിലോമീറ്ററിന് 382 പേരാണ്. അപ്പോൾ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 1508 പേർ താമസിക്കുന്ന തിരുവനന്തപുരമാണ് മോസ്റ്റ് ഡെൻസിലി പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. അതുപോലെ വൈൽ ഇടുക്കി ഈസ് ദ ലീസ്റ്റ് ഡെൻസിലി പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് വിത്ത് 255 persons per square kilometer. 255 പേരാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിനകത്ത് താമസിക്കുന്നത്. സോ വെൻ കമ്പയറിംഗ് ടു ഡാറ്റ ഓഫ് 2001, the population density has increased in all districts except for പത്തനംതിട്ട. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 2001 സെൻസസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള എല്ലാ വർഷവും എന്താണ് ജനസാന്ദ്രത വളരെയധികം കൂടിയിട്ടുണ്ട്. പത്തനംതിട്ട ഒഴിച്ചിട്ട് അതുപോലെ പത്തനംതിട്ടയും ഇടുക്കി ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും കേരളത്തിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഡിക്രീസ് ചെയ്തിരിക്കുകയാണ് 16 ആയിട്ട്, അതുപോലെ ഇടുക്കിയിലും ഡിക്രീസ് ചെയ്തിരിക്കുന്നത് 4 ആയിട്ടാണ്. അപ്പോൾ ഇതാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കേരളത്തിനെ സംബന്ധിച്ചിട്ട്. അടുത്തത് ഏജ് ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ കേരളയെ കുറിച്ചിട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓവർ ദ ലാസ്റ്റ് 60 years കേരള ഹാസ് അണ്ടർഗോൺ സിഗ്നിഫിക്കൻറ്റ് ഡെമോഗ്രാഫിക് ചേഞ്ചസ്. കഴിഞ്ഞ 60 വർഷമായിട്ട് കേരളം ജനസംഖ്യാപരമായിട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. ദ പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ ഏജ്ഡ് 0 to 14 year ഹാസ് ഡിക്രീസ്ഡ് ഫ്രം 43% ഇൻ 1961 to 23% ഇൻ 2011. അതായത് 14 വയസ്സ് വരെ അതുവരെ പ്രായമുള്ള ആളുകളുടെ അനുപാതം 1961 43% 2011 ആകുമ്പോഴേക്കും 23% കുറയുകയാണ് ഉണ്ടായത്. നേരെ മറിച്ച് ജോലി ചെയ്യുന്ന പ്രായവിഭാഗത്തിൽ അതായത് 15 മുതൽ ഒരു 59 വയസ്സ് വരെ കൂട്ടാം. അപ്പോൾ ഇതൊക്കെ തന്നെ മന്ദഗതിയിലുള്ളതും എന്നാൽ സ്ഥിരതയുള്ളതുമായിട്ടുള്ള വർധനയാണ് കാണുന്നത്. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻ കോൺട്രാസ്റ്റ് ദ വർക്കിംഗ് ഏജ് ഗ്രൂപ്പ് അതായത് 15 to 49 years ഹാസ് സീൻ എ slow but steady increase. So meanwhile, due to improved life expectancy and healthcare accessibility, the percentage of people in the old age group that is 60 years and above has risen from 6% in 1961 to 13% in 2011. So this shift indicates a smaller addition to the working age group as the younger population diminishes. Additionally, the increase in the proportion of the elderly population will lead to higher social security expenses for the government. അതേസമയം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെച്ചപ്പെട്ട ആയുർദൈർഘ്യം അല്ലെങ്കിൽ ആരോഗ്യ പരിരക്ഷയുടെ ലഭ്യതയുമൊക്കെ കാരണം ഈ വാർദ്ധക്യ വിഭാഗത്തിലെ അതായത് നമ്മൾ ഈ 60 വയസ്സും അതിന് മുകളിലുള്ള ആൾക്കാരുടെയൊക്കെ ശതമാനം ഇൻക്രീസ് ആവുന്നുണ്ട്. അതായത് 1961 മുതൽ 6% ആയിരുന്നത് 2011 ആകുമ്പോഴേക്കും 13% ആയിട്ട് ഉയർന്നു.
ഈ ഒരു ഷിഫ്റ്റ് യുവജനസംഖ്യ കുറയുന്നതിനനുസരിച്ച് ജോലി ചെയ്യുന്ന പ്രായവിഭാഗത്തിലേക്ക് ഒരു ചെറിയ കൂട്ടിച്ചേർക്കലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പ്രായമായവരുടെ ജനസംഖ്യ അനുപാതത്തിലെ വർധനവ് സർക്കാരിന് ഉയർന്ന സാമൂഹിക സുരക്ഷാ ചെലവിലേക്കാണ് അത് നയിക്കുന്നത്. അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻസ് കൂടുകയാണ്. അതായത് 60 ഇയേഴ്സിന് മുകളിലുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ടാകുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരുപാട് ചെലവിലേക്ക് അത് എത്തുകയാണ് ചെയ്യുന്നതെന്നാണ് ഏജ് ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത്. സോ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് കേരള അല്ലെങ്കിൽ കേരള മോഡൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. എല്ലാത്തിനും എക്സേ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്ന ഒന്നാണിത്. സോ ദ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ദ യുണീക്ക് അപ്രോച്ച് ടു ഡെവലപ്മെൻറ്റ് പ്രാക്ടീസ്ഡ് ഇൻ ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് കേരള. Despite having a lower per capita income compared to many developed countries, Kerala has achieved notable improvements in living conditions. Key achievements include low infant mortality and population growth, as well as high literacy and life expectancy rates. These accomplishments are considered outcome of the Kerala model. ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ നടപ്പിലാക്കുന്ന വികസനത്തോടുള്ള സവിശേഷമായിട്ടുള്ള ഒരു സമീപനത്തെയാണ് നമ്മൾ കേരള മോഡൽ അല്ലെങ്കിൽ കേരള വികസനം എന്നൊക്കെ പറയുന്നത്. പല വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രതിശീർഷ വരുമാനം, അതായത് പെർ ക്യാപിറ്റ ഇൻകം കുറവാണെന്നുണ്ടെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ കേരളം ശ്രദ്ധേയമായിട്ടുള്ള പുരോഗതിയൊക്കെ കൈവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ രീതിയിലുള്ള പുരോഗതിയാണ് കേരളം കൈവരിച്ചിരിക്കുന്നത്. അതായത് കുറഞ്ഞ ശിശുമരണ നിരക്ക്, അതായത് ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ജനസംഖ്യാ വളർച്ചയും ഉയർന്ന സാക്ഷരതയും, അതായത് പോപ്പുലേഷൻ ഗ്രോത്തും ആസ് വെൽ ആസ് ഹൈ ലിറ്ററസി, ആയുർദൈർഘ്യ നിരക്ക്, അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ്സ്, ഇതിലൊക്കെ തന്നെ വളരെ നല്ലൊരു അച്ചീവ്മെൻ്റാണ് കേരളം കൈവരിച്ചിട്ടുള്ളത്. ഈ നേട്ടങ്ങൾ കേരള മോഡലിൻ്റെ ഫലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 1970കളിൽ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോട് കൂടിയിട്ട് തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് കേരളവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കേന്ദ്രീകരിച്ചിട്ടൊരു കേസ് സ്റ്റഡി നടത്തി. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള KN രാജുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന പഠനമാണ് തുല്യ വളർച്ചയുടെ കേരള മാതൃകയിലേക്ക് കലാശിച്ചത്. അതായത് റിസൾട്ടഡ് ഇൻ ദ കേരള മോഡൽ ആസ് എ ഇക്വിറ്റബിൾ ഗ്രോത്ത്. ദിസ് മോഡൽ എംഫസൈസ്ഡ് ലാൻഡ് റിഫോംസ്, പോവേർട്ടി റിഡക്ഷൻ, ഇംപ്രൂവ്ഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ. അതായത് ഈ ഒരു കേരള മാതൃക എന്ന് പറയുന്നത് ഈ ഭൂപരിഷ്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസത്തിലേക്കുള്ള മെച്ചപ്പെട്ട പ്രവേശനം, ശിശുക്ഷേമം എന്നിവയ്ക്കൊക്കെ തന്നെ ഊന്നൽ നൽകുന്നതാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഈ കേരള മോഡൽ അല്ലെങ്കിൽ കേരള മാതൃകയിലേക്ക് എത്തിക്കുന്നത്. The Kerala model challenged the prevailing development thinking which primarily focused on achieving high GDP growth rates. അതായത് കേരള മോഡൽ നിലവിലുള്ള വികസനമായിട്ടുള്ള ചിന്തയാണ് വെല്ലുവിളിക്കുന്നത്. അത് പ്രാഥമികമായിട്ട് ഉയർന്ന GDP വളർച്ചാ നിരക്ക് കൈവരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള അമർത്യ സെന്നുമായിട്ട് സഹകരിച്ച് വികസന നയങ്ങളുടെ രൂപീകരണത്തിൽ GDPക്കൊപ്പം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്ററുകളും UNDP ഉൾപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. അതായത് which primarily focused on achieving high GDP growth rates. Collaborating with the economist Amartya Sen, the UNDP began incorporating human development indicators, അതായത് HDIs. കുറഞ്ഞ വരുമാനം ഉണ്ടായിരുന്നിട്ടും ഉയർന്ന സാക്ഷരതാ നിരക്കും ആരോഗ്യമുള്ള ജനസംഖ്യയും സജീവ രാഷ്ട്രീയ പങ്കാളിത്തവും ഒക്കെ തന്നെ കേരളം പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. സോ ഇതൊരു കേരള മോഡൽ എന്നുള്ളതിലേക്കാണ് എത്തിക്കുന്നത്. While the Kerala model excelled in human development, it lagged in terms of industrial and economic development. അതായത് മാനവ വികസനത്തിൽ കേരള മോഡൽ മികവ് പുലർത്തി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒരു വ്യാവസായികവും സാമ്പത്തികമായിട്ടുള്ള വികസനത്തിൽ കാര്യമായിട്ട് അത് പിന്നിലായിരുന്നു. സോ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ റീജിയൻസ് എംഫസൈസസ് ഓൺ എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ടഡ് ടു ഫിനോമിനൻ നോൺ ആസ് ബ്രെയിൻ ഡ്രെയിൻ when many skilled individuals migrated to other parts of the world for employment. അതായത് വിദ്യാഭ്യാസത്തിന് ഈ പ്രദേശം നൽകിയ ഊന്നൽ, അതായത് മസ്തിഷ്ക ചോർച്ച, അതായത് ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തിന് ഇത് കാരണമായി നിരവധി വിദഗ്ധരായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ തൊഴിലിന് വേണ്ടിയിട്ട്, എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് വേൾഡിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് അവരൊക്കെ തന്നെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ ഓവറോൾ ദ കേരള മോഡൽ റിമെയിൻസ് ഇൻ യുണീക്ക് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ അപ്രോച്ച് ടു ദ ഡെവലപ്മെൻറ്റ്, ഷോക്കേസിംഗ് ദാറ്റ് ദ ഫോക്കസ് ഓൺ human development indicators can lead to high quality of life even with a limited income. The Kerala model of development is a different way of improving life for people.
അതായത് കേരള മോഡൽ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെയൊക്കെ തന്നെ ലൈഫ് വളരെ മറ്റൊരു രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതെന്നാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺലി ഓൺ മേക്കിംഗ് മോർ മണി, കേരള ഹാസ് സക്സീഡഡ് ഇൻ മേക്കിംഗ് ലൈഫ് ബെറ്റർ ത്രൂ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് കൺട്രോളിങ് ദ നമ്പർ ഓഫ് പീപ്പിൾ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു തരത്തിൽ മറ്റുള്ളവരുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്, അതായത് എല്ലാവർക്കും ഒരുപാട് മണി ഉണ്ടാക്കുക എന്നുള്ള രീതിയിലല്ലാതെ തന്നെ മറ്റൊരു രീതിയിൽ കേരള സക്സീഡ് ചെയ്തത് മേക്കിംഗ് ലൈഫ് ബെറ്റർ ത്രൂ എഡ്യൂക്കേഷനിലൂടെ, ഹെൽത്ത് കെയറിലൂടെ, അതുപോലെ നമ്പർ ഓഫ് പീപ്പിളെ കൺട്രോൾ ചെയ്യുന്നതിലൂടെയൊക്കെ തന്നെയാണ് കേരളം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. ഈവൻ ദോ എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ഹാവ് എ ലോട്ട് ഓഫ് മണി കമ്പയർഡ് ടു അതർ പ്ലേസസ്, ഇറ്റ് ഹാസ് ഇംപ്രസീവ് തിങ്സ് ലൈക്ക് പീപ്പിൾ ലിവിങ് ലോങ്ങർ, 72 years on average, fewer babies dying and no too many new people being born. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു മണി ഉണ്ടാക്കുക എന്നുള്ള രീതിയിലല്ലാതെ തന്നെ നമ്മുടെ ഇപ്പോൾ 72 വയസ്സിന് മുകളിലേക്ക് ആൾക്കാർ ഒരുപാട് പേര് അവരുടെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് എന്ന് പറയുന്നത് 72 വയസ്സിന് മുകളിലേക്ക് ആവുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആവട്ടെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പല രീതിയിലുമാണ് ഈ ഒരു കേരള മോഡൽ ഡെവലപ്മെൻറ്റ് വരുന്നത്. ഓൺ ബിഗ് സക്സസ് ഇൻ കേരള ഈസ് their schools. Almost everyone in rural areas can easily go to primary school and there are other places for learning too. Kerala also makes sure that girls to go to school just like boys. അതായത് നമ്മൾ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുക, എല്ലാവരും വിദ്യാഭ്യാസത്തിലേക്ക് എത്തുക, അതായത് ഫ്രീ എഡ്യൂക്കേഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള പാർട്സ് ഓഫ്, അതായത് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ പെൺകുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുമുണ്ട്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ, അതായത് മുൻപത്തേക്കാളും, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 1960s 50s കാലഘട്ടങ്ങളിലും 80s തന്നെ പെൺകുട്ടികളെ പഠിക്കാൻ വിടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ വ്യത്യാസം വന്ന് കേരള എപ്പോഴും ഒരു കേരള മോഡലായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അനദർ ഗുഡ് തിങ് ഈസ് ദാറ്റ് ടു മെനി ന്യൂ ബേബീസ് ആർ ബോൺ ആൻഡ് പീപ്പിൾ ഹു ഹാവ് ഓൾവേസ് ഡിസൈഡഡ് ടു മെനി ചിൽഡ്രൻ ദേ വാണ്ട്, ഹൗ മെനി ചിൽഡ്രൻ ദേ വാണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബേർത്ത് കൺട്രോൾ ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ദിസ് ഈസ് ബിക്കോസ് കേരള ഹാസ് തിങ്സ് ലൈക്ക് ക്ലിനിക്സ് ആൻഡ് ഹെൽപ്പിംഗ് ഫോർ ഫാമിലീസ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ, അതായത് ഹെൽത്ത് സെൻറ്റേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരിക, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാവട്ടെ, അതുപോലെ ഹെൽത്തിൻ്റെ കാര്യത്തിലാവട്ടെ, എല്ലാ കാര്യത്തിലും എപ്പോഴും ആളുകളെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഉയർത്തി കൊണ്ടുവരിക എന്ന് പറയാം. സോ കേരള ഈസ് വേ ഓഫ് മേക്കിംഗ് ലൈഫ് ബെറ്റർ ഫോർ എവറി വൺ ഈസ് ഡിഫറെൻറ്റ് ആൻഡ് സീംസ് ടു വർക്ക് വെൽ എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇതാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, മറ്റ് രീതിയിലൊക്കെ തന്നെ ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ്, എല്ലാ കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവുന്ന ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ അവരുണ്ടായ ഒരു ചേഞ്ചസിനെയൊക്കെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുവന്നുള്ള രീതിയിലൊരു സംഭവമാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയിരുന്നു ദ കേരളാസ് പോവേർട്ടി പ്രൊഫൈൽ. സോ അതിൻ്റെ ഒരു മലയാളവും ഇംഗ്ലീഷ് നോട്ടുമാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഓൾറെഡി നമ്മളിതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. ഈ ചാപ്റ്ററിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ മാക്സിമം നമ്മളതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.